നമുക്ക് ഈ ലെക്ചറിൽ റിവേഴ്സ്ഡ് ട്രയാങ്കിൾ പാറ്റേൺ എന്താണെന്ന് കാണാം. ട്രയാങ്കിൾ പാറ്റേണെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്ന ഈ പാറ്റേൺ, ഈ സ്റ്റാർ വെച്ചുള്ള ഈ പാറ്റേൺ. നമുക്ക് ആ പാറ്റേൺ ജസ്റ്റ് ഒന്ന് നോക്കാം. 4 ഇൻപുട്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൽ 3 സ്പേസ് പിന്നെ സ്റ്റാർ, സെക്കൻഡ് ലൈനിൽ 2 സ്പേസ് പിന്നെ 2 സ്റ്റാർ, തേർഡ് ലൈനിൽ 1 സ്പേസ് 3 സ്റ്റാർ, ഫോർത്ത് ലൈനിൽ സ്പേസ് ഒന്നുമില്ല 4 സ്റ്റാർ. അതാണ് ഈ പാറ്റേൺ. നമുക്കതിനെ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട്, 4 എന്ന് പറഞ്ഞ ഇൻപുട്ട് നമ്മൾ മേടിച്ചു. 4i ഇൻ റേഞ്ച് ഓഫ് 1 to n+1. ഇവിടെ 4 ലൈനാണ് ഉള്ളത്, അതുകൊണ്ട് റേഞ്ച് 1 to n+1 ആണ്. 4j ഇൻ റേഞ്ച് ഓഫ് n-i. n-i സ്പേസസ് ആണ് ഒരു ലൈനിലുള്ളത്. 4k ഇൻ റേഞ്ച് ഓഫ് i ക്യാരക്ടേഴ്സ് ആണ് ആ ലൈനിലുള്ളത്. i സ്റ്റാർസ് ആണ് ആ ലൈനിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് നോക്കാം. ഫസ്റ്റ് ലൈനിൽ 4-1 സ്പേസസ് ഉണ്ട്, 1 സ്റ്റാർ ആണുള്ളത്. സെക്കൻഡ് ലൈനിൽ 4-2 സ്പേസസ് 2 സ്റ്റാർ, തേർഡ് ലൈനിൽ 4-3 സ്പേസസ് 3 സ്റ്റാർ, ഫോർത്ത് ലൈനിൽ 4-4 സ്പേസസ് 4 സ്റ്റാർസ്. ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ സ്പേസസ് എല്ലാം നമ്മൾ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർസ് പ്രിന്റ് ചെയ്യും ഓരോ ലൈനിലേതും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 4 കൊടുത്തു, നമുക്ക് ആ പാറ്റേൺ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടി. നമുക്ക് ഈ പാറ്റേൺ പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ സ്റ്റാറിന് പകരം 1, 1, 2, 1, 2, 3, 1, 2, 3, 4. അന്നേരം എന്തായിരിക്കും മാറ്റം വരിക? ഈ ഫോർ ലൂപ്പിന്റെ അകത്തെ കണ്ടന്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? k+1. അങ്ങനെ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് ആ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. താങ്ക് യു ഗൈസ്.